PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ന്യൂ SCERTയുടെ ചാപ്റ്റേഴ്സ് ലിസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ താഴെ ഒത്തിരി പേര് ആ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ചോദിച്ചതാണ് VFA, ബെവ്കോ LD, വരാനിരിക്കുന്ന LDC 2027 ഈ പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർ പഠിച്ചിരിക്കേണ്ട ന്യൂ SCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ്. VFA, ബെവ്കോ LD, LDC 2027 എല്ലാത്തിന്റെയും സിലബസ് നമുക്കറിയാം, സെയിം ആണ്. അപ്പോൾ അതിനകത്ത് പഠിച്ചിരിക്കേണ്ട ആ ഒരു സിലബസ് പ്രകാരം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട, തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ന്യൂ SCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ പഠിച്ചിരിക്കേണ്ട ന്യൂ SCERT ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കിക്കോളാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഒട്ടും വൈകാതെ തന്നെ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് ന്യൂ SCERT ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓരോ ക്ലാസ് വൈസ് സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ് ഓരോ ക്ലാസ്സിലെയും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോ ഈ ഒരു വീഡിയോയും കൂടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ, നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ന്യൂ SCERT ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ 5ാം ക്ലാസ്സിൽ വരുന്ന സോഷ്യൽ സയൻസിന്റെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് മൊത്തം 7 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് 5ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ. അതിൽ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അധ്യായം 3 തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. പിന്നെ അധ്യായം 5 വരയ്ക്കാം വായിക്കാം. അധ്യായം 6 ജനങ്ങൾ ജനങ്ങളാൽ. അധ്യായം 7 ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ. അധ്യായം 8 നാടറിയാം. അധ്യായം 9 തുല്യതയിലേക്ക്. അധ്യായം 10 വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് 6ാം ക്ലാസ് നോക്കാം കേട്ടോ. അപ്പൊ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നമുക്ക് പഠിക്കാനായിട്ട് 6 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഒന്ന് അധ്യായം 3 രാഷ്ട്രവും ഗവൺമെന്റും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അടുത്തത് അധ്യായം 5 സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും. അധ്യായം 6 കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക്. അധ്യായം 8 ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്. അധ്യായം 10 സമുദ്രങ്ങളിലൂടെ. അധ്യായം 11 സ്വരുക്കൂട്ടാം കരുതി വയ്ക്കാം. ഓക്കെ അല്ലേ? ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് 6th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അടുത്തത് 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കുറച്ച് കൂടുതൽ ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ നോക്കാം. അധ്യായം 3 ഭരണഘടന വഴിയും വഴികാട്ടിയും. അധ്യായം 4 അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. അധ്യായം 5 നമ്മുടെ ഭൂമി. അധ്യായം 6 ഇന്ത്യൻ ഉപഭൂഖണ്ഡം. അധ്യായം 7 ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ. അധ്യായം 8 അധികാരം ജനങ്ങൾക്ക്. അധ്യായം 9 ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും. അധ്യായം 10 ബജറ്റ് വികസനത്തിന്റെ നേർരേഖ. അധ്യായം 11 വിവേചനത്തിനെതിരെ. അധ്യായം 12 ചരിത്രത്തിന്റെ ആധാരശിലകൾ. ഇത്രയുമാണ് 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് നോക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ന്യൂ SCERT പാഠഭാഗത്തു നിന്നും PSC പരീക്ഷകൾക്ക് എത്രത്തോളം ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മളിപ്പോ നമ്മുടെ ചാനലിലൂടെ ന്യൂ SCERT PYQ ക്രാക്ക് എന്ന് പറയുന്ന ഒരു സീരീസിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കണ്ടതാണ് അല്ലെ? നമ്മൾ ഓരോ ദിവസവും ഓരോ ഓരോ ന്യൂ SCERT പാഠഭാഗം എടുക്കുന്നു. അതിൽ നിന്നും ഇപ്പോ PSC റീസെന്റ് ആയിട്ട് നടത്തിയുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് ക്ലാസ്സിലൂടെ 8 മണിയുടെ ലൈവ്
ലൈവിലൂടെ പഠിക്കുന്നു. ആ ദിവസം തന്നെ നിങ്ങൾ രാത്രി ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നു. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ന്യൂ SCRT PYQ ക്രാക്ക് സീരീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. ഈ പറയുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ അവിടെ നമ്മൾ പഠിച്ച് കവർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ന്യൂ SCRTയുടെ നമ്മുടെ തന്നെ PSC ടിപ്സ് ആൻഡ് ട്രിക്സ് നമ്മുടെ ആപ്പ് തന്നെ ബുക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ന്യൂ SCRTയുടെ ബുക്ക് 5 മുതൽ 10 വരെയുള്ള ബേസിക് സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആയിട്ടുള്ള ബുക്കാണ്. ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ റീഡിങ്ങും ഓഡിയോയും അവൈലബിൾ ആണ്. കൂടാതെ നമ്മൾ യൂട്യൂബിൽ എടുത്തിട്ടുള്ള ന്യൂ SCRT പാഠഭാഗങ്ങളുടെ വീഡിയോ ക്ലാസ്സസ് എടുത്തിട്ടുള്ള അത്രയും കാര്യങ്ങൾ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിന്റെയും നേരിട്ട് തന്നെ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി എടുക്കുന്നതിനനുസരിച്ച് അത് അപ്ഡേറ്റ് ആവുകയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ന്യൂ SCRTയുടെ ബുക്ക് 499 രൂപയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും നമ്മുടെ PSC ടിപ്സ് ആൻഡ് ട്രിക്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പിനകത്ത് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിന്റെ നമ്പർ കാണും. അവിടെ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ന്യൂ SCRT PYQ ക്രാക്ക് സീരീസ് ഫോളോ ചെയ്യാം. നമ്മുടെ ബുക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്ത് അത് ഉപയോഗിച്ച് തന്നെ പഠിക്കുക. കാരണം നമ്മുടെ ബുക്കിനകത്ത് ന്യൂ SCRT ടെക്സ്റ്റിലുള്ള കാര്യങ്ങളും അതുപോലെ അതിൽ വരുന്ന തുടർ പ്രവർത്തനങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും ടീച്ചേഴ്സ് ടെക്സ്റ്റിലെ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നും ഒക്കെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പൊ നിർബന്ധമായിട്ടും ടീച്ചേഴ്സ് നമ്മുടെ ബുക്ക് പർച്ചേസ് ചെയ്തിട്ടുള്ളവർ അത് ഉപയോഗിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ ന്യൂ SCRT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് മൊത്തം 7 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് പഠിക്കാനായിട്ട്. അധ്യായം 1 അധിനിവേശവും ചെറുത്തുനിൽപ്പും, അധ്യായം 2 ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്, അധ്യായം 4 അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും, അധ്യായം 5 ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും, അധ്യായം 6 വിഭവ വിനിയോഗവും സുസ്ഥിരതയും, അധ്യായം 8 ദേശീയ പ്രസ്ഥാനവും കേരളവും, അധ്യായം 13 പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് 9th സ്റ്റാൻഡേർഡിലോട്ട് കടക്കാം. 9th സ്റ്റാൻഡേർഡ് ആകുമ്പോഴത്തേനും സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററി, ജോഗ്രഫി എന്ന് പറയുന്ന 2 ടെക്സ്റ്റ് ആണ്. അപ്പൊ അതില് ഹിസ്റ്ററിയിൽ വരുന്ന 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അധ്യായം 4 അതില് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ഇതിൽ പറയുന്ന കുറേ അധികം ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ന്യൂ SCRT PYQ ക്രാക്കിലൂടെ പഠിച്ചു തീർത്തതാണ് കേട്ടോ. അപ്പൊ അധ്യായം 4 ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, അധ്യായം 7 ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ, അധ്യായം 8 ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് 9th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. ഓക്കെ, ഇനി 9th സ്റ്റാൻഡേർഡിലെ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന നമുക്ക് ഇതുപോലെ 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. അധ്യായം 1 ലോകത്തിന്റെ നെറുകയിൽ, നമ്മുടെ ന്യൂ SCRT PYQ ക്രാക്കിലെ ആദ്യം നമ്മൾ പഠിച്ച ചാപ്റ്റർ ആയിരുന്നു. അടുത്തത് അധ്യായം 2 വിശാല സമതല ഭൂവിൽ, അധ്യായം 3 ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി, ഇതും നമ്മൾ പഠിച്ചതാ. അധ്യായം 7 മണലാരണ്യത്തിലൂടെ, അധ്യായം 8 തീരങ്ങളിലൂടെ. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് 9th സ്റ്റാൻഡേർഡ് ജോഗ്രഫിയിൽ വരുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് 10th സ്റ്റാൻഡേർഡ് ആണ്. 10th സ്റ്റാൻഡേർഡിലും സോഷ്യലിലും ഹിസ്റ്ററി, ജോഗ്രഫി എന്ന് പറയുന്ന 2 ടെക്സ്റ്റ് ഉണ്ട്. അതിൽ ഹിസ്റ്ററി ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ് പറയുന്നത്. നോട്ട് ചെയ്തോളൂ. അധ്യായം 1 മാനവികത, അധ്യായം 1 മാനവികത, അധ്യായം 2 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അധ്യായം 4 സമ്പത്തും ലോകവും, അധ്യായം 6 സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം, അധ്യായം 7 സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം, അധ്യായം 8 ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം, അധ്യായം 9 ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് 10th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയിൽ വരുന്നത്.
ഇനി 10th സ്റ്റാൻഡേർഡ് ജോഗ്രഫിയിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ് പറയുന്നത്. നോട്ട് ചെയ്തോളൂ കേട്ടോ. 10th സ്റ്റാൻഡേർഡ് ജോഗ്രഫിയിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. അധ്യായം 1 ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. കേട്ടോ, ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. സ്ഥിതിയും എന്നാണ്, ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്നുള്ളതാണ്. അധ്യായം 2 കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും. കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും. അധ്യായം 3 മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക്. മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക്. അധ്യായം 4 ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും. അധ്യായം 5 പണവും സമ്പദ് വ്യവസ്ഥയും. അധ്യായം 6 മാറുന്ന ഭൂമി. അധ്യായം 7 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയും പരിവർത്തനവും. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് 10th സ്റ്റാൻഡേർഡ് ജോഗ്രഫിയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത് വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ബേസിക് സയൻസിലോട്ട് പോവാണ്. അപ്പൊ ബേസിക് സയൻസിലും നമ്മൾ ഇതുപോലെ ഓരോ ക്ലാസ് ആയിട്ടാണ് പറയുന്നത്. ആദ്യം തന്നെ 5ാം ക്ലാസ്സിൽ വരുന്ന ബേസിക് സയൻസിന്റെ ഭാഗത്ത് വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. അധ്യായം 1 ഒറ്റയല്ലൊരു ജീവിയും. ഒറ്റയല്ലൊരു ജീവിയും. അധ്യായം 2 വ്യാധികൾ പടരാതിരിക്കാൻ. അധ്യായം 3 ജലം നിത്യജീവിതത്തിൽ. അധ്യായം 5 കയ്യെത്തും ദൂരത്ത് ആകാശം. അധ്യായം 7 ഇന്ദ്രിയജാലം. അധ്യായം 8 ജന്തുജാലങ്ങൾ എന്നിവയൊക്കെയാണ് കേട്ടോ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ വരുന്ന ചാപ്റ്റേഴ്സ്. 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അടുത്തത് 6ാം ക്ലാസ് ആണ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്. അധ്യായം 1 ആഹാരത്തിലൂടെ ആരോഗ്യം. അധ്യായം 3 നിവർന്നു നിൽക്കാം. അധ്യായം 5 പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. അധ്യായം 6 ജീവന്റെ കുഞ്ഞറകൾ ആണ് കേട്ടോ. ജീവന്റെ കുഞ്ഞറകളാണ് അധ്യായം 6. അധ്യായം 7 മാറ്റങ്ങളുടെ ലോകം. അധ്യായം 8 ചലനം നിത്യജീവിതത്തിൽ. അധ്യായം 9 മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ്. 7 ചാപ്റ്റേഴ്സ് ഉണ്ട് 6th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസിൽ. ഓക്കെ അല്ലേ? അടുത്തത് 7th സ്റ്റാൻഡേർഡിൽ ബേസിക് സയൻസിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ് പറയുന്നത്. അധ്യായം 1 വിളയിക്കാം നൂറുമേനി. അധ്യായം 3 വൈദ്യുതിയുടെ ലോകം. അധ്യായം 5 മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും. അധ്യായം 7 മനുഷ്യ ശരീരം ഒരു വിസ്മയം, രക്തപര്യനം, വിസർജനം, നാഡീയ ഏകോപനം. അധ്യായം 9 പരിസ്ഥിതിയെ നോവിക്കാതെ. പരിസ്ഥിതിയെ നോവിക്കാതെ. ഇനി അധ്യായം 2 ആസിഡുകളും ബേസുകളും. അധ്യായം 4 പ്രകാശം പതിക്കുമ്പോൾ. അധ്യായം 6 താപം നിത്യജീവിതത്തിൽ. അധ്യായം 8 ആകാശ വിസ്മയങ്ങൾ. അപ്പൊ 7th സ്റ്റാൻഡേർഡിൽ ബേസിക് സയൻസിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, അപ്പൊ 1 മുതൽ 9 വരെയുള്ള ഫുൾ ചാപ്റ്റേഴ്സും എന്തുണ്ട് 7th സ്റ്റാൻഡേർഡിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ബേസിക് സയൻസിൽ കേട്ടോ. ഓക്കെ, അടുത്തത് 8th സ്റ്റാൻഡേർഡിലാണ്. 8th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൽ ഒത്തിരി ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് നോക്കാം. അധ്യായം 1 അളവുകളും യൂണിറ്റും. അധ്യായം 2 ചലനവും ബലവും. അധ്യായം 3 മർദ്ദം. അധ്യായം 4 മാറ്റങ്ങളുടെ രസതന്ത്രം. അധ്യായം 5 മൂലകങ്ങളും സംയുക്തങ്ങളും. അധ്യായം 6 ലോഹങ്ങളും അലോഹങ്ങളും. അധ്യായം 7 നട്ടുനനയ്ക്കാം നന്മകൾ കൊയ്യാം. അധ്യായം 9 കോശങ്ങളും കോശജാലങ്ങളും. അധ്യായം 12 ഗോളീയ ദർപ്പണങ്ങൾ. അധ്യായം 14 ജലം. അധ്യായം 15 പദാർത്ഥങ്ങളുടെ രസതന്ത്രം. അധ്യായം 17 വൈവിധ്യങ്ങളുടെ സൗന്ദര്യം. അധ്യായം 18 കുഞ്ഞായി മാറുന്ന കോശങ്ങൾ. ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട് 8th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസിൽ നമുക്ക് പഠിക്കാനായിട്ട്. ഓക്കെ അല്ലേ? നോട്ട് ചെയ്തല്ലോ? ഓക്കെ,
അടുത്തത് 9th സ്റ്റാൻഡേർഡിലോട്ട് പോവാണ്. ഇപ്പൊ 9th സ്റ്റാൻഡേർഡും 10th സ്റ്റാൻഡേർഡും നമുക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ 3 ടെക്സ്റ്റ് ബുക്കാണ് സയൻസിൽ വരുന്നത്. അപ്പൊ അതിൽ 9th സ്റ്റാൻഡേർഡ് ഫിസിക്സിൽ നമുക്ക് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അധ്യായം 1 പ്രകാശത്തിന്റെ അപവർത്തനം, അധ്യായം 2 ചലന സമവാക്യങ്ങൾ, അധ്യായം 3 ചലന നിയമങ്ങൾ, അധ്യായം 4 ഗുരുത്വാകർഷണം, അധ്യായം 5 പ്ലവക്ഷമ ബലം, അധ്യായം 6 പ്രവൃത്തിയും ഊർജവും, അധ്യായം 8 ശബ്ദം. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് 9th സ്റ്റാൻഡേർഡ് ഫിസിക്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി 9th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി നമുക്ക് നോക്കാം. 9th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിൽ അധ്യായം 1 ആറ്റത്തിന്റെ ഘടന, അധ്യായം 2 പീരിയോഡിക് ടേബിൾ, അധ്യായം 6 ലായനികൾ, അധ്യായം 7 അലോഹങ്ങൾ. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. ആറ്റത്തിന്റെ ഘടന, പീരിയോഡിക് ടേബിൾ, ലായനികൾ, അലോഹങ്ങൾ. ഓക്കെ, അടുത്തത് 9th സ്റ്റാൻഡേർഡ് ബയോളജി. 9th സ്റ്റാൻഡേർഡ് ബയോളജിയിലും നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അധ്യായം 1 ജീവൽ പ്രക്രിയകളിലേക്ക്, അധ്യായം 2 ദഹനവും പോഷക സംവഹനവും, അധ്യായം 3 ശ്വസനവും വിസർജനവും, അധ്യായം 4 ചലനത്തിന് പിന്നിൽ. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 9th സ്റ്റാൻഡേർഡ് ബയോളജിയിൽ 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ 9th ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തീർന്നു. ഇനി 10th നമുക്ക് നോക്കാം. 10th സ്റ്റാൻഡേർഡിൽ ഫിസിക്സിൽ പഠിക്കാനുള്ളത് 3 ചാപ്റ്റർ ആണ്. ഒന്ന് അധ്യായം 1 ശബ്ദ തരംഗങ്ങൾ, അധ്യായം 2 ലെൻസുകൾ, അധ്യായം 3 കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. ഇനി 10th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിലും നമുക്ക് 3 ചാപ്റ്റേഴ്സ് തന്നെയാണ് പഠിക്കാനുള്ളത്. അധ്യായം 3 പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, അധ്യായം 4 വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും, അധ്യായം 6 ലോഹങ്ങൾ. ഇത് 3 10th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അടുത്തത് 10th സ്റ്റാൻഡേർഡ് ബയോളജിയിൽ പഠിക്കാനുള്ളത് അധ്യായം 1 ജീവന്റെ ജനിതകം, അധ്യായം 3 സംവേദനങ്ങൾക്ക് പിന്നിൽ, അധ്യായം 4 ജീവികളിലെ രാസസംവേദനം, അധ്യായം 5 പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും, അധ്യായം 6 ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും. ഇത്രയുമാണ് 10th സ്റ്റാൻഡേർഡ് ബയോളജിയിൽ പഠിക്കാനുള്ളത്. 5 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ന്യൂ SCERTയുടെ ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് തീർന്നിട്ടുണ്ട്. 5 മുതൽ 10 വരെയുള്ള സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ന്യൂ SCERT പാഠഭാഗത്ത് നിന്നും എത്രത്തോളം PSC ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടക്കുന്ന പരീക്ഷകളിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ന്യൂ SCERT PYQ ക്രാക്കിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് തന്നെ നിങ്ങൾ ഓരോ ചാപ്റ്ററും അരിച്ചു പെറുക്കി തന്നെ പഠിക്കണം. നമ്മളിപ്പോൾ എങ്ങനെയാണോ സീരീസിലൂടെ പഠിച്ചു പോകുന്നത് അതേപോലെ തന്നെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ന്യൂ SCERTയുടെ ചാപ്റ്റേഴ്സ് ലിസ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇതിനനുസരിച്ച് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ന്യൂ SCERT ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിനകത്ത് ബുക്ക് പർച്ചേസ് ചെയ്തിട്ടുള്ളവർ അത് ഉപയോഗിച്ച് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് വായിച്ചു പഠിക്കാം, അല്ലെങ്കിൽ ഓഡിയോ കേട്ട് പഠിക്കാം. വീഡിയോ ക്ലാസ് ആഡ് ചെയ്തിട്ടുള്ളതിൻ്റെ എല്ലാം വീഡിയോ ക്ലാസ്സസ് കണ്ടു പഠിക്കാം. അപ്പോൾ അതെല്ലാം മാക്സിമം യൂസ് ചെയ്യുക. ഇനി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇനി ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് പെർട്ടിക്കുലർ ആയിട്ട് ചെയ്തു തരണം എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റും കൂടെ ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ PDF വേണമെന്നുണ്ടെങ്കിലും ടെലഗ്രാമിൽ ഇടണം എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിലും താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ. ബൈ.